ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അടുത്ത എപ്പിസോഡ് ഓഫ് സാൻഡ്ര ഷോ. ഇന്ന് സാൻഡ്രയുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും പാർലറിൽ വന്നു. ഞങ്ങൾക്ക് സാരി സെറ്റ് ചെയ്യാനുണ്ട്, ഹെയർ സെറ്റ് ചെയ്യണം, മേക്കപ്പൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഓരോരുത്തർ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഓരോരുത്തരും ഓരോ കളർ ലെൻസാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരികളായിട്ട് ഞങ്ങൾ നേരെ പോയത് ഫോട്ടോ സെക്ഷൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ കൊച്ചിയിൽ തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി റെഡിയായി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് നമുക്ക് ഫോട്ടോ സെക്ഷൻ അവർ ഈ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ പ്ലാൻ ചെയ്തൊരു ഏരിയ ഉണ്ടായിരുന്നു. അത് അടിപൊളി, അത്യാവശ്യം നല്ലതായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങളും അമലലീനും സാൻഡ്രയ്ക്കായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല കിട്ടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഞങ്ങൾ സാൻഡ്രയുടെ വീട്ടിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ വെഡിങ് നേരെ ഞങ്ങളുടെ ആൾക്കായിട്ട് പോവാം. എല്ലാവരും ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സാരി ഉടുത്തതൊക്കെ ഉടഞ്ഞു പോകുന്നൊക്കെ നല്ല പേടിയുണ്ട്. ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ലെൻസ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്രീൻ ഷെയ്ഡാണ് വെച്ചേക്കണേ, NB ഗ്രീൻ എന്നാണ് കളറിൻ്റെ പേര്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കളറ് ഡസ്കി ബ്രൗൺ ആണ്. ഞാൻ ഒട്ടും കാണില്ല എന്ന് ഓർത്തത്, പക്ഷേ നല്ല എടുപ്പായിട്ട് കാണുന്നുണ്ട്. ഡസ്കി ബ്രൗൺ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളാണ്. ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല, പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എൻ്റെ ലെൻസ് സ്റ്റോമി ഗ്രേ ആണ്. ഞാൻ ലൈറ്റായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അത്യാവശ്യം കാണുന്നതാണ്. എന്താ കണ്ടോ? എൻ്റെ വാൾനട്ട് ബ്രൗൺ ആണ്. പക്ഷേ എൻ്റെ സ്കിൻ ടോണിനാണോ എന്നറിയില്ല, പെട്ടെന്ന് അധികം എടുത്ത് കാണിക്കുന്നില്ല. ചിലപ്പോൾ വേറൊരാളുടെ സ്കിൻ ടോണിൽ വരുമ്പോൾ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. നമ്മുടെ ബ്രൈഡിൻ്റെ ലെൻസ് സ്പൈസി ഗ്രേ ആണ്. അത്യാവശ്യം നന്നായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഡിപ്പെൻസ് ഓരോരുത്തരുടെ സ്കിൻ. എൻഗേജ്മെന്റിന് ഞാനും ആളും സ്പൈസി ഗ്രേ എന്ന് വെച്ചാൽ, അപ്പോൾ ഇത്തവണ ഞങ്ങൾ എല്ലാവരും കളർ ഓരോരുത്തരും ഓരോ കളറാണ് വെച്ചേക്കുന്നത്. എൻഗേജ്മെന്റിന് ഞാൻ സ്പൈസി ഗ്രേ വെച്ചപ്പോഴും എനിക്ക് അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവളുടെ കുറച്ചുകൂടെ വിസിബിൾ ആയിരുന്നു, എൻ്റെ അത്ര വിസിബിൾ അല്ലായിരുന്നു. അല്ലായിരുന്നു എൻ്റെ വീഡിയോസ്, മറ്റേ യൂട്യൂബ് വീഡിയോക്കിലൊക്കെ എൻ്റെ വന്നിട്ട് കാണാൻ നിൽക്കുമ്പോൾ നാച്ചുറൽ ബ്ലാക്ക്. തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ വിവാഹ ഉടമ്പടിക്ക് നിങ്ങൾ സാക്ഷികളാണ്. പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കാണാൻ
താലിയൊക്കെ കെട്ടി എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. പിന്നെ സാൻഡ്ര പണ്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാൻഡ്ര ഫസ്റ്റ് ക്രഷാണ് അവള്. ഫസ്റ്റ് ക്രഷിനെ തന്നെ കല്യാണം കഴിച്ചു. അത് ക്യൂട്ട്, അതിന് പേരിട്ടേല് പോലെ. ഇവിടെ അറിയിക്ക പോലും ഇല്ലായിരുന്നു. അവൻ അമലിനെ അറിയില്ലായിരുന്നു. പിന്നെ അമലാണ് ഒന്ന് പ്രപ്പോസ് ചെയ്തത്. അതെ, അവള് തോർത്തെ വേണ്ട, അവൾക്ക് വിട്ട കാര്യമാണ്. പക്ഷെ ഇത് വരാനുള്ളത് വരും സത്യം. പിന്നെ കല്യാണം ആക്ച്വലി എടുത്തു പറയാനുള്ളത് ആന്റിയും അങ്കിളും അമലും സാറും എല്ലാവരും കൂട്ടി ഒരു പാട്ടൊക്കെ പാടി കൊഴുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. അത് കാണുമ്പോൾ ഭയങ്കര ഹായിതും നേരെ തിരിച്ച് ഡാൻസ് അറിയാം, പാട്ടറിയാം. ഡാൻസിന് വാങ്ങുന്ന രണ്ടുപേരും ഓടി വന്നു. എന്തായാലും അടിപൊളി പരിപാടിയെല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഇനി ഇവര് കാറിൽ കയറി വീട്ടിൽ പോവാണ്. ഇനി വീട്ടിൽ കഴിഞ്ഞിട്ടാണ് റിസപ്ഷൻ വെച്ചിരിക്കുന്നത്. ഒരു 6:30 ആകുമ്പോ അല്ലേ? ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ തിരിച്ച് കയറും. അപ്പൊ ഇനി ഫംഗ്ഷനാണ്. അളിയന്റെ വീട്ടിൽ ഞങ്ങൾ എത്തി. അളിയൻ വരും. സാൻഡ്ര എവിടെ? ആ അതെ, സാൻഡ്ര. മിന്നൻ എന്താണ് പറയാനുള്ളത്? മിന്നു ഉണ്ട്. കേറ് സാൻഡ്ര, അങ്ങട് കേറങ്ങട്. സാൻഡ്രയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ ടയേർഡായി. ഇവര് പോവാണ്. ഞാൻ മാത്രം ഇനി ഇവിടെ തനിച്ച്. വലിയൊരു ആഘോഷമായിരുന്നു. അതിവിടെ തീർന്നു. തിരിച്ച് പണിക്ക് പോകാൻ പോയി. ഞങ്ങൾക്ക് ഒരു നല്ല പരിപാടിയായിരുന്നു, പറയാതിരിക്കാൻ. കുട്ടികൾക്കാൾ നല്ലത് സാൻഡ്രയുടെയും അമലിന്റെയും ഡാൻസ്, കുറേ പരിപാടികളുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാം തീർന്നു. എല്ലാ ഉത്സവങ്ങളും കഴിഞ്ഞു. തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ്. വണ്ടി വന്നു. അപ്പൊ അപ്പം
അപ്പം നമ്മൾ സാൻഡ്രനെ അമലിനെ വിഷ് ചെയ്യുന്നു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്സ് ഫോർ ദ ബെസ്റ്റ് ഡേ ഫോർ ഞങ്ങൾക്കും ഒരു ബെസ്റ്റ് ഡേ ബിഗ് ഡേ ആയിരുന്നു. നമ്മളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ കല്യാണ വീഡിയോ. ദെൻ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.